ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഷൊർണൂർ നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് തന്റെ പ്രകടന പത്രിക പുറത്തിറക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഷൊർണൂർ നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് തന്റെ പ്രകടന പത്രിക പുറത്തിറക്കി. പാലക്കാട് പാർലമെന്റ് മണ്ഡലം നിരീക്ഷകനും BJP നേതാവുമായ ഉദയകുമാർ ഷെട്ടിയാണ് പ്രകാശനം നിർവഹിച്ചത്. മണ്ഡലത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് റെയിൽവേ ജംഗ്ഷനെ ട്രയാങ്കുലർ സ്റ്റേഷനാക്കി ഉയർത്തൽ, റെയിൽവേ അനുബന്ധ വികസനങ്ങൾ, പ്രധാന റോഡുകളും ഗ്രാമീണ റോഡുകളും നവീകരിക്കൽ, ഭാരതപ്പുഴയും തൂതപ്പുഴയും കേന്ദ്രീകരിച്ച കുടിവെള്ള ജലസംരക്ഷണ പദ്ധതികൾ എന്നിവ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭവന മേഖലയിലെ 3 വർഷത്തിനുള്ളിൽ വീടില്ലാത്തവർക്ക് വീട് ഉറപ്പാക്കൽ, ഭൂമിയില്ലാത്തവർക്ക് സ്ഥലം നൽകൽ എന്നിവയും, വിദ്യാഭ്യാസ രംഗത്ത് സർക്കാർ കോളേജ്, കോച്ചിംഗ് സെന്ററുകൾ, സ്കോളർഷിപ്പുകൾ എന്നിവയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആരോഗ്യ രംഗത്ത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ശക്തിപ്പെടുത്തൽ, സൗജന്യ ഡയാലിസിസ് കേന്ദ്രങ്ങൾ തുടങ്ങിയ പദ്ധതികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടൂറിസം, കാർഷികം, വ്യവസായം മേഖലകൾക്ക് പ്രോത്സാഹനം നൽകുകയും ശുചിത്വ പദ്ധതികളും സ്ത്രീ സുരക്ഷയും ഉറപ്പാക്കുമെന്നും സ്ഥാനാർത്ഥി വ്യക്തമാക്കി. ചടങ്ങിൽ BJP നേതാക്കളും മറ്റ് മുന്നണി പ്രവർത്തകരും പങ്കെടുത്തു. ഗതാഗത സൗകര്യങ്ങൾക്ക് വളരെ പരിമിതിയുണ്ട്. ബസ്സുകളുടെ കാര്യത്തിലാണെങ്കിലും മറ്റ് ഗതാഗത സൗകര്യങ്ങളുടെ കാര്യത്തിലും വലിയ പരിമിതിയുണ്ട്. ഇത്രയും വലിയ റെയിൽവേ സ്റ്റേഷനും ഇത്രയധികം ആളുകൾ വരുന്ന സ്ഥലവുമായിട്ടും ആ ഷൊർണൂർ നഗരത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ആ നിലയിൽ വികസിച്ചിട്ടില്ല. റെയിൽവേ സ്റ്റേഷന് അനുബന്ധ പ്രദേശങ്ങളിൽ പോലും ആളുകൾക്ക് നല്ല ഹോട്ടലുകളോ നല്ല റെസ്റ്റോറൻറ്റുകളോ നല്ല വിശ്രമ സ്ഥലങ്ങളോ അങ്ങനെയുള്ള വിനോദത്തിനുള്ള കേന്ദ്രങ്ങളോ ആ നിലയിൽ നഗരം പരിണമിച്ചിട്ടില്ല എന്നുള്ളത് വലിയ പരിമിതിയാണ്. നരേന്ദ്രമോദി സർക്കാർ 2025-ൽ 26 കോടി രൂപ മുടക്കി ഈ അമൃത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ വികസിപ്പിച്ചപ്പോൾ മാത്രമാണ് ഇന്ന് നമ്മൾ കാണുന്ന മട്ടിലുള്ള ഒരു ആധുനിക സൗകര്യങ്ങളുള്ള റെയിൽവേ സ്റ്റേഷൻ അവിടെ ഉണ്ടായിട്ടുള്ളത്. അതിനു മുമ്പ് ഇത്രയും വലിയ റെയിൽവേ സ്റ്റേഷന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ശോചനീയമായിട്ടുള്ള, തീർത്തും പരിതാപകരമായിട്ടുള്ള അവസ്ഥയിൽ തുടരുന്ന ഒരു സ്റ്റേഷനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ മോഡി സർക്കാർ വന്നപ്പോൾ മാത്രമാണ് ഈ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പോലും നവീകരിക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ കാണേണ്ടതാണ്. പക്ഷെ ഇപ്പോഴും അതുകൊണ്ട് മാത്രം റെയിൽവേയുടെ എല്ലാ വികസനവും പൂർത്തിയായി നമുക്ക് പറയാൻ കഴിയില്ല. ധാരാളം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഉദാഹരണത്തിന് റെയിൽവേ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ആവശ്യം വളരെ കാലമായിട്ടുള്ളതാണ്. നല്ല ചികിത്സാ സൗകര്യങ്ങൾ ഇപ്പോഴും ഇല്ലാത്തൊരു പ്രദേശമാണ് ഷൊർണൂർ. പറയുമ്പോൾ ഷൊർണൂരിന് കഴിഞ്ഞ 15 വർഷമായിട്ട് സ്വന്തമായിട്ട് MLA ഉണ്ട്. അതിലെ 10 വർഷം ആ MLA ഭരണപക്ഷത്തു നിന്നുള്ള MLA ആയിരുന്നു. ഇടതുപക്ഷത്തിന് ഭരണമുള്ള സമയത്ത് CPM-ന്റെ MLA 10 വർഷം ഉണ്ടായിട്ടും ഇവിടെ ഒരു സർക്കാർ കോളേജോ അല്ലെങ്കിൽ ആളുകൾക്ക് കിടത്തി ചികിത്സിക്കാൻ സൗകര്യമുള്ള ഒരു ആശുപത്രിയോ ആളുകൾക്ക് സഞ്ചരിക്കാൻ പാകത്തിലുള്ള നല്ല റോഡുകളോ പിന്നെ അടിസ്ഥാന സൗകര്യത്തിന്റെ കാര്യത്തിൽ പോലും ഷൊർണൂരിന് മുന്നോട്ട്